വന്ദേമാതരം ആലപിക്കുന്നതിന് പുതിയ മാർഗരേഖയുമായി കേന്ദ്ര സർക്കാർ. സംസ്ഥാനങ്ങളുടെ ചടങ്ങുകളിലും രാഷ്ട്രപതിയും ഗവർണറും പങ്കെടുക്കുന്ന പരിപാടികളിലും ആലപിക്കണമെന്നും വന്ദേമാതരം പൂർണ്ണമായും ആലപിക്കണമെന്നുമാണ് മാർഗരേഖയിൽ പറയുന്നത്. നേരത്തെ കേരള നിയമസഭയിൽ വന്ദേമാതരം മുഴുവൻ ആലപിച്ചതും തമിഴ്നാട് ഈ നിർദ്ദേശം പാലിക്കാതിരുന്നതും വലിയ വിവാദമായിരുന്നു. വിവരങ്ങളുമായി അതുല്യ രാമചന്ദ്രൻ ചേരുന്നു. അതുല്യ, നമുക്കറിയാം ഈ വന്ദേമാതരം ആലപിക്കുന്നതുമായി ബന്ധപ്പെട്ട് കുറേ നാളുകളായി വരുന്ന ഒരു വിവാദമായിരുന്നു. പലതരത്തിലുള്ള വിവാദങ്ങൾ ഉടലെടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ വന്ദേമാതരം പൂർണ്ണമായും ആലപിക്കണം എന്ന ഒരു മാർഗരേഖയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് ഇതിൽ പറയുന്നത്? ദീപ്തി, ഈ വന്ദേമാതരം അത് പൂർണ്ണ രൂപത്തിൽ ആലപിക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ വിവാദങ്ങൾ ഉയർന്നു വന്നിരുന്നു. പ്രത്യേകിച്ചും കേരള നിയമസഭയിലും അതുപോലെ തന്നെ തമിഴ്നാട് നിയമസഭയിലുമെല്ലാം ഈ വന്ദേമാതരം ആലപിച്ചതിനെ ചൊല്ലിയും ആലപിക്കാതിരുന്നതിനെ ചൊല്ലിയും ഗവർണർ അടക്കം അതൃപ്തി പ്രകടിപ്പിച്ച് അങ്ങനെ വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കേന്ദ്രം ഔദ്യോഗികമായി തന്നെ ഈ വന്ദേമാതരം ആലപിക്കുന്നതിനുള്ള ഒരു മാർഗരേഖ പുറത്തിറക്കിയിരിക്കുന്നത്. വന്ദേമാതരം നമുക്കറിയാം ദേശീയ ഗീതം, പക്ഷേ ദേശീയ ഗാനത്തിന്റെ അതേ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ഈ ദേശീയ ഗീതത്തെയും നമ്മൾ പരിഗണിക്കുന്നത്. പക്ഷേ സാധാരണയായി വന്ദേമാതരം, അതായത് നമ്മൾ സ്കൂളിലെല്ലാം കേട്ട് പഠിച്ച് ആലപിച്ച് വന്ന ആ വന്ദേമാതരം എന്ന് പറയുന്നത് വന്ദേമാതരത്തിന്റെ ആദ്യത്തെ 2 ഖണ്ഡികകൾ മാത്രമാണ്. അതായത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ അദ്ദേഹത്തിന്റെ ആനന്ദമഠം എന്ന നോവലിലാണ് ഈ വന്ദേമാതരം ഉള്ളത്. ആ വന്ദേമാതരത്തിൽ അദ്ദേഹം രചിച്ചിരിക്കുന്ന 6 ചരണങ്ങളുണ്ട്. ആ 6 ചരണങ്ങളിലെ ആദ്യത്തെ 2 ചരണങ്ങൾ മാത്രമാണ് നമ്മൾ ദേശീയ ഗീതമായി ആലപിക്കാറുള്ളത്. ഈ ആദ്യത്തെ 2 ചരണങ്ങളിൽ മാതൃഭൂമിയെക്കുറിച്ച് വർണ്ണിക്കുകയും അതിൻ്റെ ഭൂപ്രകൃതി, അതിൻ്റെ വൈവിധ്യം, അതായത് ഭാരതം അല്ലെങ്കിൽ ഇന്ത്യ എന്നൊരു നാടിൻ്റെ ഭൂപ്രകൃതിയെക്കുറിച്ചും അതിലെ സംസ്കാരങ്ങളെക്കുറിച്ചും അതിൻ്റെ വൈവിധ്യത്തെക്കുറിച്ചും അങ്ങനെ അതിൻ്റെ എല്ലാത്തിനെക്കുറിച്ചും വർണ്ണിക്കുകയും അതുപോലെ തന്നെ പുകഴ്ത്തുകയും ചെയ്യുന്നതാണ് ആദ്യ 2 ഖണ്ഡികകൾ. എന്നാൽ അതിനുശേഷം വരുന്ന മറ്റ് ഖണ്ഡികകൾ ഹൈന്ദവ ദേവതകളെ അല്ലെങ്കിൽ ഒരു ഹൈന്ദവ സങ്കല്പത്തെ വലിയ രീതിയിൽ ആ ഒരു വിശ്വാസത്തിൽ അധിഷ്ഠിതമായിക്കൊണ്ടുള്ള വരികളാണ് പിന്നീട് വരുന്നത്. പ്രത്യേകിച്ചും ദുർഗാദേവി, അതുപോലെ തന്നെ സരസ്വതി, അങ്ങനെ കാളി എന്ന ദേവിയുടെ വിവിധ ഭാവങ്ങളെ പ്രകീർത്തിക്കുന്ന ഒരു മതപരമായ അല്ലെങ്കിൽ ഒരു ഭക്തിയോട് കൂടിയ ഒരു ചരണങ്ങളാണ് പിന്നീട് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആദ്യത്തെ 6 ചരണങ്ങൾ മാത്രമാണ് ഒരു പൊതു സ്വഭാവമുള്ള ഒരു ദേശീയ സുരക്ഷയെ അല്ലെങ്കിൽ ഒരു സ്നേഹവുമായൊക്കെ ബന്ധമുള്ള ഭാഗമായി കണക്കാക്കുന്നത്. എന്നാൽ ഇപ്പോൾ പുറത്തിറക്കിയ മാർഗരേഖ അനുസരിച്ച് 6 ചരണങ്ങളും പൂർണ്ണമായും തന്നെ ആലപിക്കണം എന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. അതായത് ഈ ആദ്യ 2 ഖണ്ഡികകൾക്ക് പുറമെ ഇത്തരത്തിലൊരു ഹൈന്ദവ ദേവതകളെ അല്ലെങ്കിൽ ഒരു ഹൈന്ദവ വിശ്വാസത്തെ പ്രകീർത്തിക്കുന്ന ഭക്തിപരമായിട്ടുള്ള ഖണ്ഡികകൾ കൂടി നിർബന്ധമായും ആലപിക്കണം എന്നതാണ് ഈ മാർഗരേഖയിൽ പറയുന്ന ആദ്യത്തെ കാര്യം. അതുപോലെ തന്നെ ദേശീയ ഗാനവും ദേശീയ ഗീതവും ഒരേ വേദിയിൽ ആലപിക്കുന്നുണ്ട് എങ്കിൽ ആദ്യം ആലപിക്കേണ്ടത് ദേശീയ ഗീതമായ വന്ദേമാതരമായിരിക്കണം എന്നും പറയുന്നുണ്ട്. വന്ദേമാതരം ആലപിച്ചതിന് ശേഷം മതി ദേശീയ ഗാനമായ ജനഗണമന ആലപിക്കുക. ഈ ഗാനം ആലപിക്കുമ്പോൾ സദസ്സിലെ മുഴുവൻ ആളുകളും മുഴുവൻ സമയവും നിർബന്ധമായും എഴുന്നേറ്റ് നിൽക്കണം. അതുപോലെ തന്നെ ഗവർണർ പങ്കെടുക്കുന്ന പരിപാടികളിൽ, രാഷ്ട്രപതി പങ്കെടുക്കുന്ന പരിപാടികളിൽ, ഒരു സംസ്ഥാനം നടത്തുന്ന സംസ്ഥാനത്തിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ചടങ്ങുകളിൽ ഈ സമയത്തെല്ലാം തന്നെ ഈ പരിപാടികൾ ആരംഭിക്കേണ്ടത് വന്ദേമാതരം അല്ലെങ്കിൽ ദേശീയ ഗാനത്തോടു കൂടി ആയിരിക്കണം എന്നും കേന്ദ്രം പുറത്തിറക്കിയ ഈ മാർഗനിർദ്ദേശത്തിൽ പറയുന്നുണ്ട്. നേരത്തെ തന്നെ ഈ ഒരു വിഷയം വലിയ രീതിയിൽ വിവാദമായിട്ടുണ്ടായിരുന്നു. കാരണം ദേശീയ ഗാനത്തിന് തത്തുല്യമായ പദവി നൽകിക്കൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഉത്തരവ് നിലനിൽക്കുന്നുണ്ടെങ്കിലും പ്രായോഗികമായി അതിൻ്റെ നടപ്പാക്കലിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വിവാദങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇന്ത്യ പോലെ വളരെ സെൻസിറ്റീവായി മതത്തെയും രാഷ്ട്രീയത്തെയും വിശ്വാസത്തെയും എല്ലാം കൈകാര്യം ചെയ്യുന്ന ഒരു രാജ്യത്ത് ഇത്തരത്തിലുള്ള ഖണ്ഡികകൾ, അതായത് ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു നിശ്ചിത മതവിശ്വാസത്തെ മാത്രം പ്രകീർത്തിക്കുന്ന ഒരു ഗാനം, അത് സമൂഹത്തിലെ എല്ലാവരോടും ആലപിക്കാൻ ആവശ്യപ്പെടുന്നതും ബഹുമാനിക്കാൻ ആവശ്യപ്പെടുന്നതും പ്രായോഗികമായി വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് നയിക്കാറുണ്ട്. കേരളത്തിലെ തന്നെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഇത് മുഴുവനും ആലപിച്ചത് വിവാദമായിരുന്നു. പിന്നീട്
നിയമസഭയിൽ നയപ്രഖ്യാപനത്തിന്റെ സമയത്ത് വന്ദേമാതരം മുഴുവനും ആലപിക്കാതിരുന്നതും വിവാദമായിരുന്നു. ഗവർണർ വളരെ പരസ്യമായി തന്നെ ഈ വന്ദേമാതരം മുഴുവൻ ആലപിക്കാത്തതിൽ അതൃപ്തി രേഖപ്പെടുത്തിയിരുന്നു. കേരളം മാത്രമല്ല മറ്റ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെല്ലാം തന്നെ ഈ കാര്യത്തിൽ വലിയ എതിർപ്പ് അന്ന് പ്രകടിപ്പിച്ചിരുന്നു. പ്രത്യേകിച്ചും തമിഴ്നാട് നിയമസഭയിൽ നടത്തിയ ഒരു നിർദ്ദേശം എന്ന് പറയുന്നത് ഈ വന്ദേമാതരം ആലപിച്ചില്ല എന്ന് മാത്രമല്ല, പകരം തമിഴ്നാടിനെ പ്രകീർത്തിക്കുന്ന തമിഴ് തായ്വാഴ്ത്ത് എന്ന് അവർ പറയുന്ന, അതായത് വന്ദേമാതരത്തിൽ ഭാരത് മാത അല്ലെങ്കിൽ ഭാരതമാതാവിനെ പ്രകീർത്തിക്കുന്നത് പോലെ തന്നെ തമിഴ് തായ്വാഴ്ത്ത് അവർ ആലപിച്ചിരുന്നു. അതിനുശേഷമാണ് സഭാ നടപടികൾ ആരംഭിച്ചത്. അന്ന് അതും വിവാദമായിരുന്നു. അത്തരത്തിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു നിർദ്ദേശത്തെ ആദ്യം മുതൽക്ക് തന്നെ വലിയ രീതിയിൽ എതിർത്ത് വന്നിരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു മാർഗനിർദ്ദേശം പുറത്തിറക്കുമ്പോഴും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് വലിയ രീതിയിലുള്ള എതിർപ്പ് അതുണ്ടാകും എന്ന് തന്നെയാണ്. ഈ നിർദ്ദേശം എന്തായാലും അതിൻ്റെ പൂർണ്ണമായ രീതിയിൽ കണ്ണുമടച്ച് പാലിക്കില്ല എന്നുള്ളൊരു സൂചന തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ വന്ദേമാതരത്തിലെ 6 ചരണങ്ങളും പൂർണ്ണമായും ആലപിച്ചുകൊണ്ട് സംസ്ഥാന ചടങ്ങുകൾ തുടങ്ങുക എന്ന് പറയുന്നത് എന്തായാലും പ്രായോഗികമായി സംസ്ഥാന സർക്കാരുകൾ നടപ്പിലാക്കുമോ എന്നത് നമുക്ക് നോക്കി തന്നെ അറിയണം. ശരി, അതുല്യ രാമചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.